Good morning. Good morning, ma'am. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ശരണ്യ, അളക, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു അല്ലേ? മഴയുണ്ടോ അവിടെ? മഴയുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എടുത്ത വരെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയോ? ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയോ? ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയോ? എല്ലാവരും കളക്ട് ചെയ്തോ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇനിയുള്ള ഭാഗങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. കിട്ടിയില്ലേ? ഓക്കെ, ശരി. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? ഏതായിരുന്നു? ഡയാലിസിസ് സർവീസ് അല്ലെ? ഡയാലിസിസ് സർവീസ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്താണ് ഡയാലിസിസ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? പിന്നെ പറഞ്ഞു 1940-ലാണ് ആദ്യമായിട്ട് ഡയാലിസിസ് വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഏത് വർഷത്തിലാണ്? 1940-ലാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഡയാലിസിസ്, ഈ പറയുന്ന ട്രീറ്റ്മെന്റ്, ഡ്യൂറേഷൻ ഓഫ് ദ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് അല്ലെ? അത് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്? 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? ഒന്നാമത്തേത് ബോഡി സൈസ് ആണ് അല്ലെ? ശരീരത്തിന്റെ വലിപ്പം. പിന്നെ നമ്മൾ പറഞ്ഞു എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി അല്ലെ? ശരീരത്തിലുള്ള വേസ്റ്റിന്റെ അളവ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത് ആണ് അല്ലെ? ആ ഒരു രോഗിയുടെ നിലവിലുള്ള ഹെൽത്ത് സ്റ്റാറ്റസ്. ഈ 3 കാര്യങ്ങളെയാണ് എന്ത് ആശ്രയിക്കുന്നത്? ഈ 3 കാര്യങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത്, അതിന്റെ ഡ്യൂറേഷൻ നമ്മൾ നിശ്ചയിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും നമ്മൾ ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്ന 2 വ്യത്യസ്ത സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ ഏതായിരുന്നു? നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? അക്യൂട്ട് റീനൽ ഫെയിലിയർ അല്ലെ? ARF. ARF എന്ന് പറഞ്ഞാൽ എന്താണ്? The patients who have recently lost the kidney function ആണ് അല്ലെ? ഓക്കെ, അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന വൃക്കതകരാണ്. ഇതിനെയാണ് നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അല്ലെ? അഥവാ നമുക്ക് പറയാം ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്ന് പറയാം. That means the patients who have permanently lost the kidney function, ശാശ്വതമായിട്ട് കിഡ്നിയുടെ ഫങ്ഷൻസ് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. ഇതിന് 2 വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അതിന്റെ തന്നെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞത് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകളാണ്. എന്തൊക്കെ ഫങ്ഷൻസുകളാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന, ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പറഞ്ഞാൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പൊ എന്താണ്? പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലുള്ള അധിക ദ്രാവകങ്ങള്, മാലിന്യങ്ങള്, ഇതിനെയൊക്കെ പുറന്തള്ളുന്ന ജോലി ചെയ്യുന്നത് കിഡ്നിയാണ് അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിനകത്തുള്ള കെമിക്കൽ എലിമെന്റ്സിന്റെ ലെവലുകൾ ബാലൻസ് ചെയ്യുന്നത് കിഡ്നിയാണ്. കെമിക്കൽ എലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള ധാതു ലവണങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു വിറ്റാമിൻ ഡി അല്ലെ? വിറ്റാമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്യാൻ, അതായത് കാൽസ്യം അബ്സോർപ്ഷനെ സഹായിക്കുന്ന വിറ്റാമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്, കിഡ്നി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതുവരെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഇവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞത്? ഇവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഹൗ ഇറ്റ് വർക്ക്സ് വരെയല്ലേ പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് റെസ്പോൺസ് ചെയ്യാമോ? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് 2 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് കേട്ടോ. അതായത് 2 ടൈപ്പ് ഡയാലിസിസുകളാണ് നമുക്ക് പ്രധാനമായിട്ടും. ടൈപ്സ് ഓഫ് ഡയാലിസിസ് എടുത്തോ? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഹീമോ ഡയാലിസിസ് ഞാൻ പറഞ്ഞില്ലല്ലോ.
ഇതെടുത്തു, ഹീമോഡയാലിസിസ് പറഞ്ഞു അല്ലെ. ഓക്കെ ഓക്കെ, നമുക്കിനി പറയാനുള്ളത് ആക്സസ് സൈറ്റ് അല്ലെ. ഓക്കെ ഓക്കെ, ഹീമോഡയ ഓക്കെ, AV ഗ്രാഫ്റ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ AV ഫിസ്റ്റുല നമ്മൾ പറഞ്ഞിരുന്നത്, നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. പ്രധാനമായിട്ടും നമ്മളൊരു ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളൊരു വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ വാസ്കുലർ ആക്സസ് സൈറ്റ് നമുക്ക് 3 രീതിയിൽ ക്രിയേറ്റ് ചെയ്യും. ഏതൊക്കെയാണ്? AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ് ആൻഡ് വാസ്കുലർ ആക്സസ് കത്തീറ്റർ. AV ഫിസ്റ്റുല നമ്മൾ പറഞ്ഞു എന്താണ്, ഇതിന്റെ സർജിക്കൽ കണക്ഷൻ ആണ് കേട്ടോ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ. അതിനെയാണ് നമ്മൾ AV ഫിസ്റ്റുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഞാനത്? എല്ലാവർക്കും ഓക്കെ ആണോ? മനസ്സിലായി? അവിടെ കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് AV ഫിസ്റ്റുല എന്ന് പറയുന്നത് ഒരു പെർമനന്റ് അല്ലെങ്കിൽ ഒരു എന്താണ് ലോങ് ടേം ഡയാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന AV ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, വേറെ ഒന്നും നമ്മൾ അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്സസ് സൈറ്റ് ആണ്. കാര്യം എന്താണ്, നമ്മളൊരു ആർട്ടറിനെയും വെയിനെയും തമ്മിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്നു, അത്ര മാത്രമേ നമ്മൾ അവിടെ ചെയ്യുന്നുള്ളൂ കേട്ടോ. വേറെ ഫോറിൻ ആയിട്ടൊരു മെറ്റീരിയലോ ഒന്നും തന്നെ നമ്മൾ അതിനകത്തേക്ക് ഇൻസർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ആക്സസ് സൈറ്റ് ആണ്. പിന്നെ മാത്രമല്ല, ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. മാത്രമല്ല, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഹീമോഡയാലിസിസ്. നമുക്ക് ഒരുപാട് കാലം ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് AV ഗ്രാഫ്റ്റ് ആണ്. എന്താണ് AV ഗ്രാഫ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇവിടെ നമ്മൾ ആർട്ടറിയെയും വെയിനെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നത് ത്രൂ എ ഗ്രാഫ്റ്റ് വഴിയായിട്ടാണ്. ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ് കേട്ടോ. ഇതാണ് ഇറ്റ് ഈസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ്. അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മള് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോ മറ്റേ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് നമ്മൾ പറഞ്ഞില്ലേ. ഗ്രാഫ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മളൊരു ബ്ലഡ് വെസൽ അല്ലെങ്കിൽ എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബ്ലഡ് വെസൽ നമ്മൾ അവിടെ വെക്കുന്നത് കൊണ്ടാണ് അല്ലെ. ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് പോലെയുള്ള സ്ട്രക്ചർ നമ്മൾ അവിടെ വെക്കുന്നത് കൊണ്ടാണ് ആ പേരിൽ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളൊരു ആർട്ടറിയെയും വെയിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ത്രൂ എ ഗ്രാഫ്റ്റിലൂടെയാണ്. ഇതിലൂടെയാണ് ഒരു ഗ്രാഫ്റ്റ് വഴിയായിട്ടാണ് നമ്മൾ ആർട്ടറിയെയും വെയിനെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, ആർട്ടറി ആൻഡ് വെയിൻ ഈസ് കണക്റ്റഡ് ത്രൂ എ ഗ്രാഫ്റ്റ്. കണ്ടോ, ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞത് ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്. അതുവഴിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹൈ പ്രഷറിൽ ഹൈ ഫ്ലോയിൽ ആർട്ടറിയിൽ നിന്നും വരുന്ന ഈ പറയുന്ന ബ്ലഡ് അല്ലെ, നല്ല ഹൈ ഫ്ലോയില് ഹൈ പ്രഷറിലായിരിക്കും ബ്ലഡ് ആർട്ടറിയിൽ നിന്ന് വരുന്നത്. അതിങ്ങനെ ഗ്രാഫ്റ്റിലൂടെ ഇതിലോട്ട് പാസ് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ പാസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. വെയിനിലോട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് അവിടെ ഒരു ഫ്ലോ റേറ്റ് ക്രിയേറ്റ് ചെയ്യും. എന്താണ്? ഒരു ഫ്ലോ റേറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇത്രയും ഹൈ പ്രഷറിൽ നമ്മൾ ബ്ലഡ് വരുമ്പോൾ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്? ഡയാലിസിസ് മെഷീനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഹൈ ഫ്ലോയിൽ ഹൈ പ്രഷറിൽ ഇങ്ങനെ ബ്ലഡ് ഗ്രാഫ്റ്റിലൂടെ പോകുമ്പോൾ ഗ്രാഫ്റ്റിനെ നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യാണ്? ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യാം. സ്വാഭാവികമായിട്ടും ബ്ലഡ് നമുക്ക് ഡയാലിസിസ് മെഷീനിലൂടെ കടന്നു പോവുകയും ഡയാലിസിസിലൂടെ കടന്നുപോയി ഫിൽറ്റർ ചെയ്യുന്നു. ദെൻ പ്യൂരിഫൈ ചെയ്ത ബ്ലഡിന് ഇതേ ഗ്രാഫ്റ്റ് വഴിയായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിനകത്തോട്ട് കടത്തി. ഓക്കെ, ഇതാണ് ഇത് AV ഗ്രാഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് വായിക്കാം. An arteriovenous graft അഥവാ AV graft is a kind of access used for the hemodialysis. അല്ലെ, നമ്മൾ ഹീമോഡയാലിസിസിൽ ഉപയോഗിക്കുന്ന മറ്റൊരു വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് ഇത് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. The graft is normally placed in the arm but may be placed in the leg if needed. കേട്ടോ, അപ്പൊ സാധാരണയായിട്ട് നമ്മുടെ AV ഗ്രാഫ്റ്റ് നമ്മൾ എവിടെ വെക്കുന്നത്? ആമില് തന്നെ, നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മൾ പൊതുവെ വെക്കാറ് കേട്ടോ. പക്ഷെ ഇൻ കേസ് നമ്മുടെ കയ്യിലെ വെയിനുകൾ അത്ര ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ ചെയ്യും? കാലിനകത്ത് അത് ചെയ്യും. നമ്മൾ AV ഫിസ്റ്റുലയിലും പറഞ്ഞു അല്ലെ. ഇൻ കേസ് വെയിനുകൾ ഒട്ടും ഹെൽത്തി അല്ല, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ എവിടെ ചെയ്യും? കാലിലായാലും നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. ഇനി നോക്കാം,
An AV graft, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. An AV graft is the connection of a vein and an artery that uses a hollow synthetic tube. That means a graft. അല്ലേ? അപ്പൊ നോക്കാം, ഇവിടെ എന്താണ്? The artery and the vein is connected through a hollow synthetic tube. That is called a graft വഴിയായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നോക്കാം, one end of the tube is attached to an artery and the other end of the tube is attached to a vein. അല്ലെ? നോക്കൂ, ഈ ഗ്രാഫ്റ്റിന്റെ ഒരഗ്രം നമ്മൾ എവിടെയായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്? ആർട്ടറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ അതരല്ല എന്താണ്? ദാറ്റ് ഇസ് കണക്റ്റഡ് ടു വെയിൻ. അപ്പൊ ആർട്ടറി വെയിനും വെയിനും നമ്മൾ ഗ്രാഫ്റ്റിലൂടെ പരസ്പരം കണക്ട് ചെയ്യുന്നു. ഓക്കെ, നോക്കാം. ദിസ് കണക്ഷൻ റിസൾട്ട്സ് ഇൻ ബ്ലഡ് flowing from the high flow, high pressure artery through the graft and into the low flow, low pressure vein. അപ്പൊ ഇങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റ് വഴിയായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ആർട്ടറിയിൽ ഹൈ പ്രഷറിൽ ഹൈ ഫ്ലോയിൽ വരുന്ന ബ്ലഡ് ഈ ഗ്രാഫ്റ്റ് വഴിയായിട്ട് ഇങ്ങോട്ട് പാസ് ചെയ്തിട്ട് ലോ ഫ്ലോയിലുള്ള ലോ പ്രഷറുള്ള വെയിനിലോട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? ഭയങ്കര ഒരു പ്രഷറിലായിരിക്കും ഇങ്ങനെ ഗ്രാഫ്റ്റിലൂടെ കടന്നു പോകുന്നതായിരിക്കും. Consequently, the blood flow through the graft that provides a flow rate that will supply enough blood to provide a suitable hemodialysis treatment. Okay, അപ്പൊ ഇവിടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ഒരു ഫ്ലോ റേറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ടൈമിൽ നമ്മൾ ഗ്രാഫ്റ്റിന് ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹീമോഡയാലിസിസിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് നമുക്ക് അതിലൂടെ ലഭിക്കും. ഓക്കെ, ഇനി നോക്കാം. An AV graft provides a solution for small or weak veins. കേട്ടോ, അപ്പൊ വളരെ ചെറിയ, വളരെ സ്മോൾ ആയിട്ടുള്ള, വളരെ വീക്ക് ആയിട്ടുള്ള വെയിനുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ AV ഫിസ്റ്റുല നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യുന്നത് ഏതായിരിക്കും? AV ഗ്രാഫ്റ്റ്. അങ്ങനെ മനസ്സിലായോ? പൊതുവെ നമ്മൾ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത് ഏതാണ്? AV ഫിസ്റ്റുല തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതൊരു നാച്ചുറൽ ആക്സസ് ആയിട്ടാണ്, മറ്റൊരു ഫോറിൻ മെറ്റീരിയൽ സ്വന്തം തന്നെ നമ്മളവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല അതിന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഒക്കെ വളരെയധികം കുറവാണ്. ആ കാരണങ്ങൾ കൊണ്ട് എപ്പോഴും AV ഫിസ്റ്റുല തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. പക്ഷെ ഏതെങ്കിലും സാഹചര്യത്താല് ഇപ്പൊ വെയിനുകൾ വളരെ വീക്ക് ആണ്, വളരെ സ്മോൾ ആണെങ്കിൽ നമുക്ക് AV ഫിസ്റ്റുല ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? AV ഗ്രാഫ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. ജസ്റ്റ് മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ട്, ഒരു മിനിറ്റ് തന്നെ എടുത്തോട്ടെ. ഓക്കെ, മനസ്സിലായോ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? AV ഗ്രാഫ്റ്റ് എന്താന്നുള്ളത് ക്ലിയർ ആയോ? മനസ്സിലായോ? എന്താണ് ആർക്കൊരു ഉഷാറില്ലാതെ? മനസ്സിലായില്ലേ നിങ്ങൾക്ക് AV ഗ്രാഫ്റ്റ്? ഓക്കെ, അപ്പൊ AV ഗ്രാഫ്റ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതും എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു വാസ്കുലർ ആക്സസ് ആയിട്ട് തന്നെയാണ് കേട്ടോ. ഫിസ്റ്റുല പോലെ തന്നെ ഒരു ലോങ് ടേം ഹീമോഡയാലിസിസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാസ്കുലർ ആക്സസ് ആയിട്ട് തന്നെയാണ് ഇത് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ ആർട്ടറി ആൻഡ് വെയിൻ ഈസ് കണക്റ്റഡ് ത്രൂ എ ഹോളോ സിന്തറ്റിക് ട്യൂബ് ദാറ്റ് ഈസ് കോൾഡ് ഗ്രാഫ്റ്റ്. ഗ്രാഫ്റ്റ് വഴിയായിട്ടാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. നമ്മൾ പറഞ്ഞു ഫിസ്റ്റുലയിൽ, AV ഫിസ്റ്റുലയിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. AV ഗ്രാഫ്റ്റിലോട്ട് വരുമ്പോൾ ഫിസ്റ്റുലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് AV ഗ്രാഫ്റ്റിന് ഉണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, മറ്റേതുപോലെയല്ല, ഫിസ്റ്റുല പോലെയല്ല, കുറേയും കൂടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഒരു സ്വല്പം കൂടെ ഇവിടെ കൂടുതലുണ്ട് AV ഗ്രാഫ്റ്റിനുണ്ട് കേട്ടോ. അപ്പൊ എപ്പോഴാണ് നമ്മൾ AV ഗ്രാഫ്റ്റ് ചെയ്യാം? ഈ പറയുന്ന വെയിൻ വളരെ വീക്കാണ്, വളരെ സ്മോൾ ആണെങ്കിൽ നമ്മൾ ഫിസ്റ്റുല നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് AV ഗ്രാഫ്റ്റ് ആണ്. ഇതും ഒരു പെർമനന്റ് വാസ്കുലർ ആക്സസ് ആയിട്ട് ഫോർ ദ ഹീമോഡയാലിസിസ് ആണ് കേട്ടോ. ഹീമോഡയാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നത് പെർമനന്റ് വാസ്കുലർ ആക്സസ് ആയിട്ട് തന്നെയാണ് എന്ന് പറയുന്നത് AV ഗ്രാഫ്റ്റ് എന്നും പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് മൂന്നാമത്തെ വാസ്കുലർ ആക്സസ് ആയിട്ട് പഠിക്കാം. എന്താണത്? വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ് കേട്ടോ. എന്താണ് വാസ്കുലർ ആക്സസ് കത്തീറ്റർ? കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ് കേട്ടോ. ഇറ്റ്സ് എ സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ്. വളരെ എന്താ പറയാ, നാരോ ആയിട്ടുള്ള
വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക ട്യൂബാണ്. ദാറ്റ് ഇസ് കോൾഡ് എ കത്തീറ്റർ. അതിനെയാണ് നമ്മൾ കത്തീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ വാസ്കുലർ ആക്സസ് കത്തീറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയുള്ളൂ. ഇപ്പോ നമ്മളിപ്പോ ഏതെങ്കിലും ഫിസ്റ്റുല ചെയ്ത് കഴിഞ്ഞാൽ 3 or 4 മാസങ്ങൾക്ക് ശേഷമേ നമുക്ക് അതിലൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാര്യം അതൊരു സർജറിയാണ് അല്ലെ. ആ സർജറി കഴിഞ്ഞ് നമ്മുടെ മുറിവ് ഉണങ്ങണം, പിന്നെ ആ ഫിസ്റ്റുല നമ്മുടെ ബോഡി ആയിട്ട് അത് അഡാപ്റ്റ് ചെയ്യണം. അതിനൊക്കെ ഏകദേശം ഒരു 3 or 4 മാസങ്ങൾ എടുക്കും. ഓക്കെ, അതേപോലെ തന്നെ ബേബി ഗ്രാഫ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 3 or 4 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ, മാസമല്ല ആഴ്ചയാണ് കേട്ടോ, ഇതില് ഗ്രാഫ്റ്റിനകത്ത് ബേബി ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 or 4 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ കേസ് വളരെ സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ട് ഒരു പേഷ്യന്റ് വരെയാണെന്ന് ഇരിക്കുന്നത്, അവർക്ക് നമുക്ക് ഉടനടി തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യണം, ഡയാലിസിസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഒരു ഫിസ്റ്റുല ചെയ്യാനോ ഗ്രാഫ്റ്റ് ചെയ്യാനോ ഒരു ടൈം നമുക്ക് കിട്ടിയിൽ വരില്ല. കാര്യം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനടി എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നോക്കിയാൽ 3 or 4 മാസങ്ങളും ആഴ്ചകളൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ സിവിയർ ആണ്, ഡയാലിസിസ് ചെയ്യാതിരിക്കാനും പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു മാർഗമാണ് വാസ്കുലർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ പെട്ടെന്ന് ഉടനടി നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വാസ്കുലർ ആക്സസ് സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ സാധാരണയായിട്ട് നമ്മുടെ നെക്കിന്റെ ഭാഗത്ത്, നമ്മുടെ വലത് ഭാഗത്തായിട്ടാണ് പൊതുവെ ചെയ്യുക. നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് ചെറിയൊരു ഇൻസിഷൻ ഉണ്ടാകും, ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ അവിടെ വലിയ ലാർജ് വെയിൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വെയിൻ ആർട്ടറിയൊക്കെ വരുന്നത് ആ ഭാഗത്ത് കൂടെയാണ്. അപ്പൊ അവിടെ ചെറിയൊരു ഇൻസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ കത്തീറ്റർ ഘടിപ്പിക്കും. എന്നിട്ട് ഈ കത്തീറ്റർ വഴിയായിട്ട് എന്ത് ചെയ്യും, ഡയാലിസിസ് ചെയ്യും. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് കേട്ടോ, വളരെ താൽക്കാലികമായിട്ടുള്ള വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. അതിന്റെ ഒരു റീസണും കൂടി ഇതിന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, വാസ്കുലർ ആക്സസ് കത്തീറ്ററിനെ സംബന്ധിച്ച് അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, ഒരു ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. അപ്പൊ നമ്മള് ഈ ഒരു പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യണം, അതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ വാസ്കുലർ ആക്സസ് കത്തീറ്റർ ചെയ്യുന്ന അതേ സമയം തന്നെ നമ്മളൊരു ഫിസ്റ്റുലയോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റോ ചെയ്യാനുള്ള പ്രൊസീജിയറുകൾ അതിനോടൊപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കാര്യം അത് പെർമനന്റ് ആണ്, കുറെ കൂടി സേഫ്. പക്ഷെ കത്തീറ്റർ വെക്കുന്നത് ഇമീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കാണ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. വാസ്കുലർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത് ഒരു ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ്. വളരെ കുറഞ്ഞ കാലയളവിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ വാസ്കുലർ ആക്സസ് കത്തീറ്റർ. It has the high chance of infection. ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വാസ്കുലർ ആക്സസ് കത്തീറ്ററിനായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, അത് നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. It is a flexible tube that is placed in a large vein, usually in your neck, only for the short-term hemodialysis. നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ കഴുത്തിന്റെ ഭാഗത്തായിട്ട്, പൊതുവെ വലത്തെ ഭാഗത്തായിട്ടാണ് കേട്ടോ, കഴുത്തിന്റെ ഭാഗത്തായിട്ട് നമ്മൾ ആ ലാർജ് വെയിൻ പ്ലേസ് ചെയ്യുന്ന ഒരു ഫ്ലെക്സിബിൾ ട്യൂബ്, അതിനെയാണ് നമ്മൾ കത്തീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് യൂസ്ഡ് ഓൺലി ഫോർ ദ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ് കേട്ടോ. നമ്മൾ വളരെ ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് വേണ്ടി മാത്രമാണ് വാസ്കുലർ ആക്സസ് കത്തീറ്ററുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നോക്കാം. If kidney disease has progressed rapidly, a patient may not have the time for the placement for an AV fistula or AV graft before beginning hemodialysis treatment. അല്ലെ, അപ്പൊ പെട്ടെന്ന് കിഡ്നി ഫെയിലിയർ ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റ്, അവർക്ക് ഒരിക്കലും എന്താണ് ഒരു ഫിസ്റ്റുല ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ടൈമോ സാഹചര്യമോ ഒക്കെ കിട്ടിയില്ല, അതിനുള്ള സമയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ പൊതുവെ വാസ്കുലർ ആക്സസ് കത്തീറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ 3 വാസ്കുലർ ആക്സസ് സൈറ്റുകൾ നോക്കിയാണോ, ക്ലിയർ ആണോ, മനസ്സിലാവും? അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് AV ഫിസ്റ്റുലയാണ്. ഇറ്റ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ എന്താണ് ആർട്ടറി ആൻഡ് ആർട്ടറി വെയിനും തമ്മിലുള്ള ജസ്റ്റ് ഒരു സർജിക്കൽ കണക്ഷൻ മാത്രമാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ്. അതൊരു പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഹീമോഡയാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ
നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ് അല്ലെ, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്സസ് സൈറ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ AV ഫിസ്റ്റുലയ്ക്കകത്ത് പറഞ്ഞത്. AV ഗ്രാഫ്റ്റിലോട്ട് വരുമ്പോൾ എന്താണ് പ്രത്യേകത? അവിടെ ആർട്ടറി ആൻഡ് വെയിൻ ഇസ് കണക്റ്റഡ് ത്രൂ എ ഗ്രാഫ്റ്റ്. ആർട്ടറിനെയും വെയിനെയും നമ്മൾ കണക്ട് ചെയ്തത് ഒരു ഗ്രാഫ്റ്റിലൂടെയാണ്. ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്. ഓക്കെ, എപ്പോഴാണ് നമ്മൾ പൊതുവെ ഗ്രാഫ്റ്റ് എപ്പോഴാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഫിസ്റ്റുല ചെയ്യാൻ ഭാഗത്തില് ഇപ്പൊ വെയിനുകൾ വളരെ വീക്കാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന വളരെ ഒട്ടും വീക്കാണ്, വളരെ സ്മോൾ ആണെങ്കിൽ നമുക്ക് ഫിസ്റ്റുല ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ AV ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതും ഒരു പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. ഇറ്റ് ഇസ് ആൾസോ യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഹീമോഡയാലിസിസ് കേട്ടോ. ലോങ് ടേം ഹീമോഡയാലിസിസിന് നമുക്ക് രണ്ടും ഉപയോഗിക്കാം. AV ഫിസ്റ്റുലയും നമുക്ക് ഉപയോഗിക്കാം, AV ഗ്രാഫ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. മൂന്നാമത്തേത് വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഷോർട്ട് ടേം ഹീമോഡയാലിസിസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ് ആൻഡ് ഇറ്റ് ഹാസ് ദ ഹൈ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ. വളരെയധികം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യോ? നിങ്ങളത് ശ്രമിച്ചു നോക്ക്. ഞാൻ ചോദിക്കുന്ന ആൻസറിന്റെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ കേട്ടോ. ഞാൻ ചോദിക്കാം, വിച്ച് വാസ്കുലർ ആക്സസ് സൈറ്റ് ആർ യൂസ്ഡ് ഫോർ ദ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ്? എന്ന് പറയാമോ? വിച്ച് വാസ്കുലർ ആക്സസ് സൈറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദി ഷോർട്ട് ടേം ഹീമോഡയാലിസിസ്? ഏതാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്യാമോ? ജസ്റ്റ് ഒന്ന് പറയാമോ? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഷമറ, ഓക്കെ, അർച്ചന, നിഷ, കറക്റ്റ് ആണ് കേട്ടോ. അലങ്കാടാണ് വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ് കേട്ടോ. കത്തീറ്റർ എന്ന് പറയുന്ന കേട്ടോ. ഓക്കെ, ജംഹാര, സൽമ, ജിഷ്ണ, ഷാഹിന, കറക്റ്റ് ആണ് കേട്ടോ. വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ്. ഓക്കെ, വിച്ച് വാസ്കുലർ ആക്സസ് സൈറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിംഗ്? എന്ന് പറയാമോ? വിച്ച് വാസ്കുലർ ആക്സസ് സൈറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിംഗ്? AV ഫിസ്റ്റുല. വെരി കറക്റ്റ് ആണ് കേട്ടോ. AV എന്ന് മാത്രം പറയരുത്, AV ഫിസ്റ്റുലാന്നും ഇവിടെ പറയുന്നുണ്ട്. AV ഗ്രാഫ്റ്റും ഉണ്ടല്ലോ. ഓക്കെ, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുലയാണ് അല്ലെ. ഓക്കെ, AV ഗ്രാഫ്റ്റിനേക്കാളും ചാൻസ് കുറവ് AV ഫിസ്റ്റുലയ്ക്കാണ് കേട്ടോ. ഓക്കെ, AV ഫിസ്റ്റുലയ്ക്കാണ് ഏറ്റവും റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ. ഇനി ചോദിക്കട്ടെ, the vascular access site in which an artery and vein is connected through a hollow synthetic tube. Which type of vascular access site is this? ഏത് ടൈപ്പ് ആണ്? AV ഗ്രാഫ്റ്റ് ആണ് അല്ലെ. ഓക്കെ, AV ഗ്രാഫ്റ്റ് ആണ് ഈ ഒരു ടൈപ്പ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ഒരു ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ അതിനകത്ത് കേട്ടോ. വേറെ കൂടുതലൊന്നും അതിനകത്ത് ചോദിക്കാനില്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ ചിലപ്പോ നിങ്ങളോട് ചോദിക്കാം, വിച്ച് വാസ്കുലർ ആക്സസ് സൈറ്റ് ആർ യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഹീമോഡയാലിസിസ് ഉപയോഗിക്കുന്ന വാസ്കുലർ ആക്സസ് സൈറ്റ് ഏതാണെന്ന് ചോദിക്കാം. ഓപ്ഷൻ അകത്ത് AV ഫിസ്റ്റുല ഉണ്ടാവും, AV ഗ്രാഫ്റ്റ് ഉണ്ടായിരിക്കും, വാസ്കുലർ ആക്സസ് കത്തീറ്റർ ഉണ്ടാവും. ബോത്ത് A and B എന്ന് നമുക്ക് കാണാം. ആൻസർ എന്താ വരിക? ബോത്ത് A and B ആണ് വരിക കേട്ടോ. രണ്ടും വരും. അത് AV ഫിസ്റ്റുലയും നമുക്ക് ഉപയോഗിക്കാം, AV ഗ്രാഫ്റ്റും എന്തിനു ഉപയോഗിക്കുന്നത് തന്നെയാണ്? ലോങ് ടേം ഹീമോഡയാലിസിസിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അടുത്തത് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോകുന്നത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. നിങ്ങൾ എല്ലാത്തിനും കറക്റ്റ് ആയിട്ടാണ് ആൻസർ പറഞ്ഞത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെഫ്രോളജിസ്റ്റ് കേട്ടോ. Who is a nephrologist? ആരാണ് നെഫ്രോളജിസ്റ്റ്? നെഫ്രോളജി നമ്മൾ പഠിച്ചതാണ് അല്ലെ, ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, ആരായിരിക്കും നെഫ്രോളജിസ്റ്റ്? എ ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി പ്രോബ്ലംസ് അല്ലെ. ഈ പറയുന്ന കിഡ്നി പ്രോബ്ലംസിൽ വിദഗ്ധനായിട്ടുള്ള അല്ലെങ്കിൽ വൃക്കരോഗികളെ ചികിത്സിക്കുന്നതിന് എന്താണ് ട്രെയിനഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെയാണ് നമ്മൾ നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാല്? എ ഡോക്ടർ ഹു യൂട്ടിലൈസ് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് ടു എക്സിക്യൂട്ട് ഓപ്പറേഷൻസ് ആൻഡ് പെർഫോംസ് ദ വെനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയർ ഇൻ എ ഹോസ്പിറ്റൽ ഓർ എൻ ഔട്ട് പേഷ്യന്റ് സെന്റർ. അതായത് ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റ് സെന്ററിൽ നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയറുകൾ ചെയ്യുന്നതിനായിട്ട് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസുകൾ ഉപയോഗപ്പെടുത്തുന്ന എന്താണ് സ്പെഷ്യലൈസ്ഡ് ഡോക്ടറിനെയാണ് നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി ഇവിടെ പറയാൻ കാരണം? നമുക്കറിയാം അല്ലെ, നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്തത് സർജറിയിലൂടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്
അല്ലെ? നമ്മൾ ഓടിപ്പോയ ഒരു മാസ്കുലർ ആക്സസ് ആയിട്ടെങ്കിൽ ഫിസ്റ്റുല ഗ്രാഫ്റ്റ് ഓടിപ്പോയി നമ്മൾ ചെയ്തില്ല. അങ്ങനെ എന്താണ് അത് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളൊരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിനും ആർട്ടറിയും നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന സർജിക്കൽ പ്രൊസീജിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് അങ്ങനെ ഒരുപാട് പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഓടിപ്പോയൊരു ഫിസ്റ്റുല ഗ്രാഫ്റ്റ് ചെയ്യുകയല്ല ചെയ്തത്. ആദ്യം തന്നെ റേഡിയോളജിസ്റ്റ് അത് അൾട്രാസൗണ്ട് സ്കാനിങ്ങും മറ്റുമൊക്കെ നടത്തിയിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ ഏതാണ്, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ആർട്ടറി ഏതാണ്, ആർട്ടറി വെയിൻ അത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു സർജിക്കൽ പ്രൊസീജിയർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, കാര്യം നമ്മൾ പിന്നീട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് പിന്നെ ഡയാലിസിസ് മുഴുവൻ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫിസ്റ്റുല അല്ലെങ്കിൽ ഗ്രാഫ്റ്റിലൂടെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആരുടെ സഹായമാണ് അവിടെ ഉപയോഗിക്കുന്നത്, ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് സഹായമാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നെഫ്രോളജിസ്റ്റ് ആരാണ്, ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആരാണ്, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണോട്ടോ. മനസ്സിലാവുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം. ഒന്നും മനസ്സിലാവാതിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടണോ കേട്ടോ. അതിൽ മടിയൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് venous catheters are not perfect for the long term use. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങളാണ്. വീനസ് കത്തീറ്ററുകൾ ഒരിക്കലും എന്തിനു ഉപയോഗപ്പെടുത്തുന്നില്ല, ലോങ് ടേം യൂസിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല കേട്ടോ. കാര്യം നോക്കൂ, വിത്ത് എ വീനസ് കത്തീറ്റർ a patient may generate a blood clot, an infection or causing the vein to narrow. സാധാരണ നമ്മൾ കത്തീറ്റർ ചെയ്യുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് പുറമെ വെയിൻ വളരെ നാരോ ആയി പോകാൻ, അതായത് ചുരുങ്ങി പോകാനും അത് കാരണമാകുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, however, if a patient wants to start the hemodialysis right away, a venous catheter will work for several weeks or months till a surgeon can do a long-term access surgery and the AV fistula or AV graft has time to mature. നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ് അല്ലെ? പെട്ടെന്ന് ഒരു രോഗിക്ക് ഇമീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഒരു ഫിസ്റ്റുലയോ ഗ്രാഫ്റ്റോ ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ഫിസ്റ്റുല ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഒന്നില്ലെങ്കിൽ ഒരു ഫിസ്റ്റുല ഗ്രാഫ്റ്റ് അതൊരു മെച്ചൂർ ആകുന്നത് വരെ, അല്ലെങ്കിൽ ഒരു അതൊന്ന് ലെവൽ ആകുന്നത് വരെ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന വാസ്കുലർ ആക്സസ് കത്തീറ്റർ ഉപയോഗിച്ച് ഡയാലിസിസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. പക്ഷെ അതത്ര സേഫ് അല്ല എന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി നോക്കാം, both the AV fistula and the AV graft are outlined for the long term dialysis treatment കേട്ടോ. അപ്പൊ പൊതുവെ AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ലോങ് ടേം ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ രണ്ടും ആൻസർ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടും ആൻസർ വരുന്നുണ്ട്. AV ഫിസ്റ്റുല മാത്രമല്ല, AV ഫിസ്റ്റുല ആൻഡ് ഗ്രാഫ്റ്റ് എന്തിനു ഉപയോഗിക്കുന്നുണ്ട്, ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, the people who get AV fistulas are healed and ready to begin hemodialysis 2 to 3 months after their surgery. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഫിസ്റ്റുല നടത്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് അതിലൂടെ സർജറി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. 3-4 മാസങ്ങളാണ് കേട്ടോ ഫിസ്റ്റുല ചെയ്ത് കഴിഞ്ഞാൽ. അടുത്തതോ, people who receive AV graft will be ready in 2 to 3 weeks ആണ് പറയുന്നത് കേട്ടോ. AV ഗ്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് 2-3 ആഴ്ചകൾക്ക് ശേഷം നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്, ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. Catheters are outlined for the short term temporary use. നമ്മൾ പറഞ്ഞതാണ് അല്ലെ, catheters എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതോടുകൂടി നമ്മുടെ ഹീമോഡയാലിസിസ് അവിടെ അവസാനിക്കേണ്ടത്. അപ്പൊ എന്താണ് ഹീമോഡയാലിസിസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് 3 തരത്തിലാണ്, AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ് ആൻഡ് വാസ്കുലർ ആക്സസ് കത്തീറ്റർ. ഓരോന്നിന്റെ പ്രത്യേകതകളും ലിമിറ്റേഷൻസും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് പഠിക്കാം കേട്ടോ. രണ്ടാമത്തെ ടൈപ്പ് ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ്? നമുക്കത് വായിക്കുന്നതിന്
മുൻപായിട്ട് നമുക്ക് അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വായിക്കാം. അത് എളുപ്പമായിരിക്കും. എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ആദ്യം തന്നെ ഹീമോഡയാലിസിസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമ്പോൾ, ഇവിടെ നമ്മൾ ശരീരത്തിനകത്ത് വെച്ച് തന്നെയാണ് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ മേജർ ഡിഫറൻസ് കേട്ടോ. പുറത്ത് വെക്കണം. ഇൻ പെരിറ്റോണിയൽ ഡയാലിസിസിൽ നമ്മൾ എന്താണ് ഹീമോഡയാലിസിസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശരീരത്തിനകത്ത് വെച്ച് തന്നെയാണ് ഇതിനെ പ്യൂരിഫൈ ചെയ്യുന്നത്, ബ്ലഡിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത് അല്ലെ. ഹീമോഡയാലിസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിനെ നമ്മൾ വെളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. ഓക്കെ. പക്ഷെ പെരിറ്റോണിയൽ ഡയാലിസിസ് അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് തന്നെയാണ് ബ്ലഡിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്യൂരിഫൈ നമ്മൾ ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ ഇനി പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് പെരിറ്റോണിയൽ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് പെരിറ്റോണിയൽ എന്ന് പറഞ്ഞാല്? അതായത് നമ്മുടെ ഉദരഭാഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ബെല്ലി ഏരിയ, നമ്മുടെ ഉദരാശയത്തിനുള്ളിലുള്ള അവയവങ്ങളെല്ലാം തന്നെ ആവരണം ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു മെമ്പറൈൻ, ഒരു സ്ഥലമാണിത് പെരിറ്റോണിയം എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? നമ്മുടെ വയറിനകത്തുള്ള, നമ്മുടെ ഉദരത്തിനുള്ളിലെ അവയവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലേ. ചെറുകുടല്, വൻകുടല്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അവയവങ്ങളെല്ലാം പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു ആവരണം അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ ആണ് ഇതെന്ന് പറയുന്നത് പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഈ പെരിറ്റോണിയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിനകത്തുള്ള അധിക ദ്രാവകങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ, ലവണങ്ങൾ, ഇതിനെയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള, വലിച്ചെടുക്കാനുള്ള ഒരു അബ്സോർബിംഗ് കപ്പാസിറ്റി ആർക്കുണ്ട്? ഈ പറയുന്ന പെരിറ്റോണിയത്തിനുണ്ട്. ആ ഒരു കഴിവാണ് നമ്മൾ ഈ പറയുന്ന ഡയാലിസിസിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ നോക്കുക, ചിത്രം നോക്കാം. ചിത്രം നോക്കിയതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നോക്കൂ, നമ്മുടെ അബ്ഡോമൻ ഏരിയ ആണല്ലേ. അപ്പോ ഇതാണ് നമ്മുടെ പെരിറ്റോണിയം എന്ന് പറയുന്നത്. കണ്ടോ ഈ ഒരു ആവരണം കേട്ടോ. അതായത് നമ്മുടെ അബ്ഡോമൻ ഏരിയ ആണ്. ഇതിലുള്ള അവയവങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. ഒരു ആവരണം, ഒരു മെംബ്രെയിൻ ആണ് അല്ലെ. ദാറ്റ് ഈസ് കോൾഡ് പെരിറ്റോണിയം. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വയറിന്റെ ഭാഗത്ത് വലിയ ഏരിയയിലും ഒരു ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് അതിലൂടെ നമ്മൾ എന്ത് കയറ്റിവിടാണ്? കത്തീറ്റർ നമ്മൾ കയറ്റിവിടുക. ഓക്കെ. നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സർജറിയിലൂടെ വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യില്ലേ? എന്നതുപോലെ പെരിറ്റോണിയൽ ഡയാലിസിസിനകത്തും നമ്മൾ അത് ചെയ്യുന്നതിന് മുൻപായിട്ട് ചെറിയൊരു സർജറിയിലൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വയറിന്റെ ഭാഗത്ത് ചെറിയൊരു മുറിവുണ്ടാകും. ദാറ്റ് മീൻസ് ഒരു ചെറിയൊരു സുഷിരം, ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ നമ്മൾ എന്ത് കയറ്റിവിടാണ്? കത്തീറ്റർ കയറ്റിവിടാണ്. ഓക്കെ. ഇനി എന്ത് ചെയ്യുന്ന അറിയാം. അതാണ് അവിടെ വരുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ. അത് മാത്രമാണ് കേട്ടോ. ആ ഒരു ഇൻസിഷൻ, ആ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതിലൂടെ നമ്മൾ നമ്മുടെ പെരിറ്റോണിയൽ കാവിറ്റിക്കകത്തേക്ക് എന്തിനെ ഘടിപ്പിക്കാന്? കത്തീറ്ററിനകത്തേക്ക് കണക്ട് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്തറിയോ? ഈ കത്തീറ്ററിനെ എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ഒരു ഡയാലിസിസിന്റെ ബാഗുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനകത്തൊരു ഡയാലിസിസ് ഫ്ലൂയിഡ് ഉണ്ട്. അതിന് നമ്മൾ എന്താ പറയാന്നറിയോ? ഡയാലിസേറ്റ് എന്നാണ് പറയുക. എന്താണ് പറയാ? ഡയാലിസേറ്റ്. അത് ഡയാലിസിസ് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെ നമ്മൾ ഡയാലിസേറ്റ് എന്നാണ് പറയാ. ഈ ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ കത്തീറ്റർ വഴിയായിട്ട് നമ്മുടെ പെരിറ്റോണിയൽ കാവിറ്റിക്കകത്തേക്ക് നിറയ്ക്കുകയാണ്. കണ്ടോ? ചിത്രം കണ്ടോ നിങ്ങൾ? ഈ ചിത്രത്തിനകത്ത് ഇത് ഡയാലിസിസ് ഫ്ലൂയിഡ് ആണ്. ദാറ്റ് മീൻസ് ഡയാലിസേറ്റ് ആണ്. ഈ ഒരു ഫ്ലൂയിഡിനെ നമ്മൾ കത്തീറ്റർ വഴിയായിട്ട് ഇതിലൂടെ ഘടിപ്പിക്കുകയാണ്. നമ്മുടെ പെരിറ്റോണിയൽ കാവിറ്റിക്കകത്തേക്ക് നിറയ്ക്കുകയാണ്. ഈ ദ്രാവകത്തിനെ നിറയ്ക്കുകയാണ്. അങ്ങനെ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ വയറിന്റെ ഭാഗത്തിലൂടെ അവിടുത്തെ ടിഷ്യൂസിലൂടെ ഒക്കെ ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ അധികം എന്താ പറയാ ജലം, അല്ലെ ഈ പറയുന്ന എക്സസ് ഫ്ലൂയിഡ്, ഇമ്പ്യൂരിറ്റീസ്, ഇങ്ങനെയുള്ളവയെല്ലാം തന്നെ ഈ പറയുന്ന ഫ്ലൂയിഡ് എന്ത് ചെയ്യാണ്? വലിച്ചെടുക്കുകയാണ്. ലൈക്ക് മാഗ്നറ്റ്. നമ്മളിപ്പോ ഒരു കാന്തവും ഇരുമ്പും തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നു എന്നതുപോലെ തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ ഇതിലൂടെ ഇങ്ങനെ ബ്ലഡ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡിനകത്തുള്ള ഫ്ലൂയിഡും മറ്റ് ഇമ്പ്യൂരിറ്റീസും ഈ ഒരു ദ്രാവകത്തിനകത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്, അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ. അങ്ങനെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ, കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതേ കത്തീറ്ററും ബാഗും ഉപയോഗിച്ച് ഈ പറയുന്ന ദ്രാവകത്തിനെ പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്ത് കളയാൻ പറ്റും? ഡ്രെയിൻ ചെയ്ത് നമുക്ക് കളയാൻ പറ്റും. അപ്പൊ അതിലൂടെ എന്താണ്? ബ്ലഡ് അവിടെ പ്യൂരിഫൈ ചെയ്യും. ഇവിടെ നമ്മൾ ബ്ലഡ് ശരീരത്തിന് എങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല. പിന്നെന്താണ്? ശരീരത്തിനകത്ത് വെച്ച് തന്നെയാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, പെരിറ്റോണിയൽ ഡയാലിസിസില് ബ്ലഡ് എന്താണ്? ശരീരത്തിന്റെ അകത്ത് വെച്ച് തന്നെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. അതാണ് മേജർ ഡിഫറൻസ് കേട്ടോ. ഹീമോഡയാലിസിസിന്റെ ഏറ്റവും വലിയ വ്യത്യാസമാണ്.
എന്താണ് പെരിറ്റോണിയം എന്ന് പറഞ്ഞാല് നമ്മുടെ ഉദരഭാഗത്തിനുള്ള അവയവങ്ങളെല്ലാം തന്നെ ആവരണം ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു മെംബ്രെയിൻ ആണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പെരിറ്റോണിയൽ ഡയാലിസിസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ വലിയ ഏരിയയിൽ ഒരു ഇൻസിഷൻ ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ നമ്മൾ ഒരു കത്തീഡ്രൽ പെരിറ്റോണിയൽ ക്യാവിറ്റിക്ക് അകത്തേക്ക് കടത്തിവിടും. അതിനുശേഷം ഒരു ഡയാലിസിസ് ഫ്ലൂയിഡ് ഇടാം. ഇതിനെ നമ്മൾ ഡയാലിസേറ്റ് എന്നാണ് പറയുക. ഈ ഡയാലിസേറ്റ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡിനെ കത്തീഡ്രൽ വഴിയായിട്ട് പെരിറ്റോണിയൽ ക്യാവിറ്റിക്ക് അകത്തേക്ക് കടത്തിവിടാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പറയുന്ന ഉള്ളില് ബ്ലഡ് പാസ് ചെയ്യുന്ന സമയത്ത്, ബ്ലഡിനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ബ്ലഡിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസോ മറ്റുള്ള അധിക ദ്രാവകങ്ങളും ഈ പറയുന്ന ഫ്ലൂയിഡിനകത്തേക്ക് വലിച്ചെടുക്കുന്നതാണ്. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഫ്ലൂയിഡിനെ ഇതേ കത്തീഡ്രൽ ബാഗ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്ത് കളയാൻ പറ്റും? പുറത്തേക്ക് നമുക്ക് ഒഴുകി കളയാൻ പറ്റും, ഡ്രെയിൻ ചെയ്ത് നമുക്ക് കളയാനായിട്ട് സാധിക്കും. ഇതാണ് എന്ത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമുക്കിനി വായിക്കാം കേട്ടോ. ഇൻ പെരിറ്റോണിയൽ ഡയാലിസിസ് the blood is purified inside your own body instead of using a dialysis machine. Clear ആയല്ലോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കട്ടെ. ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണ്? the blood is purified inside your own body. നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, for this kind of dialysis the lining of your abdomen or belly area also called the peritoneum is used as a filter. ഇവിടെ ഫിൽറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? പെരിറ്റോണിയം എന്ന് പറയുന്ന ആ ഒരു എന്താണ് നമ്മുടെ ലൈനിങ് ആണ്, അബ്ഡോമിനൽ ലൈനിങ് ആണ്. The lining of the abdomen of the area that is called peritoneum. ഈ പെരിറ്റോണിയം ആണ് അവിടെ ഫിൽറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ. ബിഫോർ ബിഗിനിങ് പെരിറ്റോണിയൽ ഡയാലിസിസ് a minor surgery is required to place the catheter in your belly. നമ്മൾ പറഞ്ഞു അല്ലെ, ഇത് ചെയ്യുന്നതിനേക്കാളും മുന്നായിട്ട് ഒരു കത്തീഡ്രൽ ഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ സർജറി അവിടെ ആവശ്യമായിട്ട് വരുന്നത്. In the course of each treatment, the belly area is little by little filled with dialysate. അപ്പൊ ഓരോ ട്രീറ്റ്മെന്റ് സമയത്തും ഈ ബെല്ലി ഏരിയ, അതായത് പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്താണ് ഡയാലിസേറ്റ് എന്ന് പറഞ്ഞാല്? a cleansing fluid made from a mixture of വാട്ടർ, സാൾട്ട് ആൻഡ് അതർ അഡിറ്റീവ്സ്. നമ്മൾ ഈ പറയുന്ന ജലം, പിന്നെ ഈ പറയുന്ന ലവണങ്ങൾ, മറ്റുള്ള അഡിറ്റീവ്സ് ഒക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ഡയാലിസേറ്റ് എന്ന് പറയുന്നത്. ഡയാലിസിസ് ഫ്ലൂയിഡ് അഥവാ ഡയാലിസേറ്റ്. ഇത് നോക്കൂ. എക്സ്ട്രാ ഫ്ലൂയിഡ് ആസ് ബ്ലഡ് ഫ്ലോസ് നോർമലി ത്രൂ ഏരിയ, അതിലുള്ള ബ്ലഡ് പാസ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഫ്ലൂയിഡ് ആൻഡ് വേസ്റ്റ് പ്രോഡക്റ്റ് ആർ പുൾഡ് ഔട്ട് ഓഫ് ദ ബ്ലഡ് വെസൽസ് ആൻഡ് belly area by dialysate, almost like a magnet. നമ്മൾ പറഞ്ഞില്ലേ, ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള മാലിന്യങ്ങൾ മുഴുവൻ ഈ ഒരു ദ്രാവകത്തിനകത്തേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയാണ്, ലൈക്ക് എ മാഗ്നെറ്റ്. After a few hours, the fluid mixture is emptied out from your belly using the same catheter and bag that was used in the beginning of the treatment. അതേ catheter bag ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലൂയിഡ് മിക്സ്ചറിനെ നമുക്ക് പുറത്തോട്ട് കളയാനായിട്ട് സാധിക്കും. Peritoneal dialysis can be done almost anywhere if you have the supplies needed to do the treatment. അപ്പൊ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാഗുകള്, കത്തീറ്ററുകള്, ഡയാലിസേറ്റ് ഫ്ലൂയിഡ് ഒക്കെ അവൈലബിൾ ആണ് ഈ ഒരു പ്രൊസീജിയർ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ പല ടൈപ്പുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് പ്രധാനമായിട്ടും 3 ടൈപ്പാണ് ഉള്ളത് കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസിന് തന്നെ നമുക്ക് 3 ടൈപ്പുകളുണ്ട്. ഇതൊക്കെയാണ് 3 ടൈപ്പ്. ഫസ്റ്റ് വൺ വരുന്നത് CAPD ആണ്. CAPD എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നാണ്. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ CAPD. രണ്ടാമത്തത് എന്താണ്? CCPD ആണ്. അതായത് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഫോം ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. CCPD കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. മൂന്നാമത്തെ എന്താണ്? IPD ആണ്. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഏതൊക്കെ ടൈപ്പാണ്? 3 ടൈപ്പാണുള്ളത്. ഒന്ന് CAPD കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. രണ്ടാമത്തത് CCPD കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. മൂന്നാമത്തത് IPD
അതായത് ഇന്റർമീഡിയറ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, അങ്ങനെ 3 ടൈപ്പാണ്. ഈ ഓരോന്നിന്റെ പ്രത്യേകത നമുക്ക് എന്താ നോക്കാം. പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് 3 ടൈപ്സ്. ഫസ്റ്റത്തെ നമുക്ക് നോക്കാം, CAPD ആണ് കേട്ടോ, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. എന്താണ് ആംബുലേറ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് നമുക്ക് നടക്കാവുന്നത്, നീങ്ങാവുന്നത്, സഞ്ചരിക്കാവുന്നത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറെ പോയിന്റുകൾ അതിന് കിട്ടും. ഓക്കെ, ആംബുലേറ്ററി എന്ന് പറഞ്ഞാല് നമുക്ക് നടക്കാവുന്നത്, നീങ്ങാവുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അപ്പൊ നോക്കൂ, എന്തായിരിക്കും അതിന്റെ പ്രത്യേകത നോക്കിയേ. ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. ഇതിനൊരു എന്താ ആവശ്യമില്ല? മെഷീൻ ആവശ്യമായിട്ട് വരുന്നില്ല. ആവശ്യമില്ല, മെഷീൻ ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെന്താണ്? എക്സ്ചേഞ്ചസ് ക്യാൻ ബി ഡൺ 3 to 5 times a day during waking hours. അതായത് രോഗിക്ക് അവർക്ക് ഉണർന്നിരിക്കുന്ന സമയങ്ങള് അല്ലെ, വേക്കിംഗ് അവേഴ്സ് ഉണർന്നിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമുക്കൊരു 3 മുതൽ 5 തവണ വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ ഫ്ലൂയിഡ് പെരിറ്റോണിയൽ ക്യാവിറ്റിക്ക് നിറയ്ക്കുന്നു, ഒരു നിശ്ചിത ടൈം കഴിയുമ്പോൾ നമ്മൾ അത് ഡ്രെയിൻ ചെയ്ത് കളയുന്നു. അതൊരു എക്സ്ചേഞ്ച് ആണ്. ഇതാണ് എക്സ്ചേഞ്ച് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ ഈ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നതും പിന്നീട് നമ്മൾ അത് ഡ്രെയിൻ ചെയ്ത് കളയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇവിടെ എക്സ്ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞ പോയിന്റ്? എന്താണ്? CAPDയുടെ ഒരു മെഷീൻ അതിന് ആവശ്യമില്ല. രോഗിക്ക് ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? എക്സ്ചേഞ്ച് നടത്താനായിട്ട് സാധിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ആംബുലേറ്ററി പറയാൻ കാരണം? നടക്കാവുന്നത്, നീങ്ങാവുന്നത് അല്ലെ. നമുക്ക് നടക്കാനും നീങ്ങാനൊക്കെ പറ്റും, നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അവിടെ മെഷീന്റെ ആവശ്യമില്ല എന്ന് പ്രത്യേകം പറഞ്ഞത്. നമുക്കൊരു മെഷീനിൽ മെഷീനുമായിട്ട് കണക്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമ്മൾ ആ മെഷീന്റെ അടുത്ത് ഇങ്ങനെ പോയിരിക്കേണ്ടി വരും അല്ലെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനോ നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. കാരണം ആ മെഷീന്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ ഇരിക്കേണ്ട ഒരു സാഹചര്യം വരും. ഇപ്പൊ അവിടെ ഇതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ആംബുലേറ്ററി എന്ന് പറയുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടേതായ കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ആ ഫ്ലൂയിഡ് ആദ്യം നിറയ്ക്കുക, എന്നിട്ട് അത് ടാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് വേക്കിംഗ് അവേഴ്സ് എന്നും കൂടെ പറഞ്ഞത്. ഉണർന്നിരിക്കുന്ന സമയം നമ്മുടെ ഡേ ടൈം ആണ്, നമ്മൾ ഒരുപാട് ആക്ടിവിറ്റികൾ ചെയ്യുന്ന ഒരു ടൈമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് ഈ ഫ്ലൂയിഡ് നിറച്ച് ടാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ആക്ടിവിറ്റി ചെയ്യാം. ഇതിനുള്ളിൽ പ്യൂരിഫിക്കേഷൻ നടക്കും. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ആ ടാപ്പ് തുറന്നിട്ട് നമുക്ക് അത് ആ ഫ്ലൂയിഡ് പുറത്തേക്ക് നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ആംബുലേറ്ററി എന്ന് പറയുന്ന വാക്ക് അവിടെ വന്നത്. ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. മെഷീൻ ആവശ്യമില്ല. ഓക്കെ, രണ്ടാമത്തത് ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ ദ വേക്കിംഗ് അവേഴ്സ് അല്ലെ. നമുക്കത് ഉണർന്നിരിക്കുന്ന സമയത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ദിവസം ഒരു 3-5 പ്രാവശ്യമെങ്കിലും നമുക്ക് അവിടെ എക്സ്ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതാണ് ഇത് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസ് വിച്ച് ഡസ് നോട്ട് നീഡ് എ മെഷീൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യണം CAPD ആണ് കേട്ടോ, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ ആംബുലേറ്ററി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നടക്കാവുന്ന, നീങ്ങാവുന്ന പറയുമ്പോൾ അവിടെ മെഷീന്റെ ആവശ്യം വരുന്നില്ല. മെഷീൻ വെക്കുമ്പോൾ അതിന്റെ അടുത്ത് പോയി അനങ്ങാണ്ടിരിക്കേണ്ടി വരും. ഇത് പിന്നെ അങ്ങനെ വേണ്ടി വരില്ല കേട്ടോ. ഓക്കെ, വേക്കിംഗ് അവേഴ്സിലാണ് ഇത് ചെയ്യുന്നത്. രണ്ടാമത്തെ വരുന്നതാണ് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്, CCPD ആണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത നോക്കിയേ. ഇറ്റ് നീഡ്സ് ദ യൂസ് ഓഫ് എ പെർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹോം. ഇവിടെ എന്താ ആവശ്യമാണ്? നമുക്ക് ഡയാലിസിസ് മെഷീൻ നമുക്ക് ആവശ്യമുണ്ട്. അതായത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡയാലിസിസ് മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കുക. ദിസ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഇസ് പെർഫോംഡ് ഓട്ടോമാറ്റിക്കലി when the patient is sleeping. ഓക്കെ, അപ്പൊ പേഷ്യന്റ് ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റും. ഉറങ്ങുന്ന സമയം എന്ന് പറയുമ്പോൾ ഏതാനും മണിക്കൂറുകളോളം പേഷ്യന്റ് റെസ്റ്റിലായിരിക്കും. അപ്പൊ പൊതുവെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, രാത്രി സമയത്ത് നമ്മൾ ആ മെഷീനോട് അറ്റാച്ച് ചെയ്ത് നമ്മൾ കിടക്കുന്നു. ആ മെഷീനിലൂടെ കണക്ട് ചെയ്ത് നമ്മൾ രാത്രി അത്രയും മണിക്കൂറുകൾ നമ്മൾ ഉറക്കത്തിലാണ്. ഉറങ്ങുന്ന സമയത്ത് ഈ ഓട്ടോമാറ്റിക് ആയിട്ട് മെഷീൻ വഴിയായിട്ട് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യാനും പറ്റും. ഓക്കെ, അതാണ് എന്ത് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ ഇതിന് മെഷീൻ ആവശ്യമുണ്ട്. ഇത് രോഗി ഉറങ്ങുന്ന സമയത്ത് അല്ലെ, അതായത് സ്ലീപ്പിംഗ് മോഡിലായിരിക്കും. ഉറങ്ങുന്ന സമയത്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മൂന്നാമത്തെയാണിത് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ IPD എന്ന് പറയുന്നത്. ഇന്റർമിറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഫ്രീക്വന്റ് ആയിട്ടാണ് അല്ലെ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതിനും എന്താവശ്യമാണ്? മെഷീൻ ആവശ്യമാണ്. നോക്കുക കേട്ടോ. യൂസസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആസ് CCTD, ബട്ട് ട്രീറ്റ്മെന്റ്സ് വിൽ ബി. അതായത് നമ്മൾ മുന്നേ ഇപ്പൊ പറഞ്ഞ നമ്മൾ CCTD പറഞ്ഞില്ലേ, അതിനകത്ത് ഒരു മെഷീൻ വേണ്ടേ? അതേ മെഷീൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്തും നടത്തുന്നത്, ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് നടത്തുന്നത്. പിന്നെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഡയാലിസിസിന് എന്താണ് ട്രീറ്റ്മെന്റ്, ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് കുറെ കൂടെ ലോങ്ങർ ആയിട്ട് കുറച്ചധികം നാളെടുക്കും. അതിന് വേറൊരു റീസണും കൂടി ഉണ്ട്. വളരെ സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനാണ് പൊതുവെ നമുക്ക് ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ അങ്ങനെ സിവിയർ കിഡ്നി ഫെയിലിയർ ഉള്ള ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഈ പറയുന്ന ഡയാലിസിസ് അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാണ്ട് വെറും ഒരു പകൽ സമയത്തോ അല്ലെങ്കിൽ ഒരു ഉറങ്ങുന്ന സമയത്തോ മാത്രം ഒതുങ്ങാതെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ ഡയാലിസിസ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ നമ്മൾ ചെയ്യുന്നത് ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് കേട്ടോ. IPD can be done at home, but it is usually in the hospital. IPD നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതിങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ കൂടുതലും അത് കണ്ടക്ട് ചെയ്യുന്നത് ഹോസ്പിറ്റലിലായിരിക്കും കേട്ടോ. ഓക്കെ, ഇത്രയാണ് 3 ടൈപ്പിന്റെ പ്രത്യേകത. എളുപ്പമല്ലേ പഠിക്കാനായിട്ട്? അപ്പൊ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ എന്താ പറഞ്ഞത്? അതിന് മെഷീൻ ആവശ്യമില്ല. ഇത് രോഗി ഉണർന്നിരിക്കുന്ന സമയങ്ങളിലാണ് ഈ ഒരു ഡയാലിസിസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. CCTD എന്ന് പറഞ്ഞ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഇത് റിക്വയർ ദ മെഷീൻ, ഇതിന് മെഷീൻ ആവശ്യമാണ്. ഇത് രോഗി ഉറങ്ങുന്ന സമയത്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിനും മെഷീൻ ആവശ്യമാണ്. പിന്നെ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷനാണ് IPD നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാം, പക്ഷെ കൂടുതൽ നമ്മൾ എവിടെ ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെഷീൻ ആവശ്യമില്ലാത്ത പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ ആൻസർ പറയും, CAPD ആണ് കേട്ടോ. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? പെരിറ്റോണിയൽ ഡയാലിസിസ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നോക്കാം കേട്ടോ. The supplies and equipment needed, duration of each treatment. പ്രാക്ടിക്കലി പറഞ്ഞിട്ടുണ്ട്, also known as an exchange. എക്സ്ചേഞ്ച് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഈ ഫ്ലൂയിഡ് നിറയ്ക്കും, ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് ആ ഫ്ലൂയിഡ് നമ്മൾ ഡ്രെയിൻ ചെയ്യും. അതാണ് ഒരു എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഏതൊക്കെ എക്യുപ്മെന്റുകൾ ആവശ്യമായിട്ടുണ്ട്, ഓരോ ട്രീറ്റ്മെന്റിന് എത്ര സമയം എടുക്കും, അതുപോലെ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് പെർ ഡേ, ദാറ്റ് വിൽ ഡിഫർ റിലേയിങ് ഓൺ ദ ടൈപ്പ് ഓഫ് PD you are using and your medical condition. ഇതൊക്കെ നമ്മൾ പല ടൈപ്പ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് പറഞ്ഞത്. ഇതിൽ ഏത് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉപയോഗപ്പെടുത്തണം, എത്ര പ്രാവശ്യം എക്സ്ചേഞ്ചുകൾ നടത്തണം, എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ ഏത് ടൈപ്പ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് എടുത്തേക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. CAPD ആണ് എടുത്തിരിക്കുന്നതിൽ നമുക്ക് മെഷീന്റെ ആവശ്യമില്ല, പല സമയത്ത് നമുക്ക് ചെയ്യാം അല്ലെ. ബാക്കി രണ്ടെണ്ണത്തിൽ നമുക്ക് എന്താ ആവശ്യമാണ്? മെഷീൻ ആവശ്യമാണ് അല്ലെ. അപ്പൊ അത് ഒന്ന് രോഗിയുടെ മെഡിക്കൽ കണ്ടീഷനെ, അതുപോലെ തന്നെ ആ ഒരു രോഗി ഏതാണ് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നത് അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് എന്തൊക്കെ എക്വിപ്മെന്റുകൾ വേണം, എത്ര എക്സ്ചേഞ്ച് വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. Normally this process takes a few hours and is required to be repeated 4 to 6 times per day. പക്ഷെ പൊതുവെ ഇത് ഏതാനും മണിക്കൂറുകൾ എടുക്കുന്ന ഒരു പ്രോസസ് ആണ്. പെർ ഡേ ഒരു ദിവസം ശരിക്കും പറഞ്ഞ ഒരു 4 തൊട്ട് 6 പ്രാവശ്യം വരെ ഈ ഒരു എക്സ്ചേഞ്ചുകൾ നടത്താറുണ്ട് കേട്ടോ. 4 to 6 times ആണ് പെർ ഡേ വേണ്ടത്. പ്രതിദിനം ഒരു ദിവസം ഒരു 4 മുതൽ 6 തവണ വരെ എക്സ്ചേഞ്ചുകൾ നടത്താറുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരള ഗവൺമെന്റ് ഏകദേശം കഴിഞ്ഞ വർഷമായിട്ട് 30 വർഷമാണ് തോന്നുന്നു നമ്മുടെ 11 ജില്ലകളില് ഈ പറയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിക്ക് ഒരു എന്താ പറയാ ചെറിയൊരു തുടക്കം ഇട്ടിട്ടുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരികയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ 11 ജില്ലകളിലെങ്ങാണ്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതെപ്പോ വരും എന്നുള്ളത് അറിയില്ല, പക്ഷെ എങ്കിലും വരികയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാര്യം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് അല്ലെ. കാര്യം നമുക്ക് ഈ പറയുന്ന കത്തീറ്ററും മറ്റുള്ള ഡയാലിസിസ് ഫ്ലൂയിഡ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു സർജിക്കൽ പ്രൊസീജിയർ, ഒരു ഇൻസിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ടാസ്ക് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കം നമ്മളൊരു സെന്റൻസ് വായിച്ചത് ഓർമ്മയുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാം, ഡയാലിസിസ് സെന്ററിൽ ചെയ്യാം, വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ചിന്തിച്ചു വീട്ടിലിരുന്നുകൊണ്ട് ഡയാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഈ ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഒക്കെയാണ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ,
ഇത്രയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇനി നമുക്ക് വേറൊരു ടൈപ്പ്, നമ്മൾ ശരിക്കും പറയുമ്പോൾ ഡയാലിസിസ് പ്രധാനമായിട്ടും ടൈപ്പ് പറയുമ്പോൾ 2 ടൈപ്പ് തന്നെ വരുന്നുള്ളൂ കേട്ടോ. ഹീമോ ഡയാലിസിസ് ഉണ്ട്, പെരിറ്റോണിയം ഡയാലിസിസ്, അങ്ങനെ 2 ടൈപ്പാണ് വരുന്നത്. ഇവിടെ സി എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു ടൈപ്പ് പോലെ കൊടുത്തില്ല. ശരിക്കും ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, കാര്യം ഇതും എന്ത് തന്നെയാണ്, ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് തന്നെയാണ്. ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് തന്നെയാണ് CRRT എന്ന് പറയുന്നത്. അപ്പൊ നമുക്കതൊരു വേറൊരു ഇതായിട്ട് പറയാൻ പറ്റില്ല. ഹീമോ ഡയാലിസിസിൽ തന്നെ വരുന്ന ഒരു ടൈപ്പ് തന്നെയാണ് CRRT എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്കതൊന്ന് ജസ്റ്റ് മാറ്റാം. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ CRRT. ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഫുൾ ഫോമുകൾ എക്സ്പാൻഷൻ പഠിക്കുന്നുണ്ട്. അത് നമ്മളൊന്നും മാറിപ്പോകരുത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോഴേ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. നോക്കുക, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ CRRT. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാം. എന്താണ് അത് നോക്കിക്കേ. ദിസ് തെറാപ്പി ഈസ് യൂസ്ഡ് മെയിൻലി ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ ദ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് ഗുരുതരമായിട്ടുള്ള ICUവിലുള്ള വൃദ്ധരോഗികൾക്ക് നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് CRRT ആണ് കേട്ടോ. ഇതാണ് CRRT. നോക്കൂ, ദിസ് തെറാപ്പി ഈസ് യൂസ്ഡ് മെയിൻലി ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ ദ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ. ഏറ്റവും ഗുരുതരമായിട്ടുള്ള വൃക്ക രോഗങ്ങൾ വന്നിട്ടുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ പേഷ്യൻസിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത്. കാര്യം നമുക്കറിയാം, നമ്മൾ ഇന്റൻസീവ് കെയർ യൂണിറ്റ് പഠിച്ചതാണ്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള രോഗികളായിരിക്കും അവിടെ ഉണ്ടായിരിക്കാൻ. അവരെ സംബന്ധിച്ച് വൃക്കരോഗം മാത്രമല്ല, മറ്റു പല അസുഖങ്ങളുള്ള ആളുകളായിരിക്കും അല്ലെ. കാർഡിയക് അറസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസോ ധാരാളം മറ്റുള്ള അസുഖങ്ങളുള്ള ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വൃക്കരോഗം വന്നു കഴിഞ്ഞാൽ ഒരു റെഗുലർ ഡയാലിസിസ് അവർക്ക് ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സാധാരണ രീതിയിലുള്ള ഹീമോ ഡയാലിസിസ് താങ്ങാനുള്ള ഒരു കെൽപ്പ് അവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒരു CRRT എന്ന് പറയുന്നത്. കുറെ കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹീമോ ഡയാലിസിസ് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഹീമോ ഫിൽട്രേഷൻ കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. CRRT എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ഹീമോ ഫിൽട്രേഷൻ കേട്ടോ. എന്താണ് പറയാ, ഹീമോ ഫിൽട്രേഷൻ എന്നതിന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. എ മെഷീൻ passes the blood through a tube. Okay, a filter then eliminates a waste product and water. The blood is returned to the body together with the replacement fluid. ഇവിടെ എന്താ പ്രത്യേകത, ഇതും ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് തന്നെയാണ്. ഇവിടെ നമ്മൾ ബ്ലഡ് പാസ് ചെയ്തത് ഒരു ട്യൂബ് സെറ്റിങ്സിലൂടെയാണ് പാസ് ചെയ്തത്. ഹീമോ ഡയാലിസിസ് പോലെ തന്നെ ഇവിടെ ഒരു കുറെ ട്യൂബുകൾ ഉള്ള ഒരു സെറ്റിങ്സിനകത്തേക്കാണ് നമ്മൾ ബ്ലഡിനെ പാസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതിലൂടെ ഫിൽട്ടർ ചെയ്യപ്പെടുന്നുണ്ട്. ബ്ലഡ് പാസ് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യപ്പെടുന്നു. അങ്ങനെ പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ നമ്മളെ ബോഡിയിലേക്ക് തിരിച്ചു വിടുന്നത് എന്തുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ്, ടുഗെദർ വിത്ത് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്തിലേക്ക് ഇത് തിരിച്ചു കയറ്റി വിടുന്നത്, ബോഡിക്കകത്തേക്ക് കയറ്റി വിടുന്നത്. ഹീമോ ഡയാലിസിസ് പോലെ തന്നെ, പക്ഷെ അവിടെ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. പക്ഷെ CRRTയിൽ അങ്ങനെയല്ല. ഇതേപോലെ തന്നെ ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ ഫ്ലൂയിഡ് അല്ല ബ്ലഡിനെ നമ്മൾ ബോഡിയിലേക്കകത്തേക്ക് കയറ്റി വിടുന്നത്. എന്തിനാണ് ഇങ്ങനെ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്യുന്നതെന്ന് അറിയാമോ? റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു രോഗിയുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ്സുകളൊക്കെ ബാലൻസ് ചെയ്യാനും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് നമ്മൾ മിക്സ് ചെയ്ത് ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുന്നത്. കാര്യം ഏറ്റവും ഗുരുതരമായിട്ടുള്ള രോഗികളാണല്ലോ ഇന്റൻസീവ് കെയർ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അവരുടെ ബോഡിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അവർക്ക് ബ്ലഡ് പ്രഷർ താഴ്ന്നു പോകാം, അവരുടെ ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ അവരുടെ ബ്ലഡ് പ്രഷർ ലോ ആവാം, അതുപോലെ തന്നെ ഫ്ലൂയിഡിൽ പല ഇംബാലൻസുകളൊക്കെ വരും. അപ്പൊ അവരുടെ ആ ഒരു ലൈഫ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡായിട്ട് മിക്സ് ചെയ്യും. റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇവരുടെ ബോഡിയിലെ ആ ഒരു എന്താ പറയാ ലവണങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇലക്ട്രോലൈറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് പ്രഷർ ഒക്കെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ബോഡിക്കകത്തേക്ക് കയറ്റി വിടുന്നത് കേട്ടോ. ഇനി നോക്കാം. ദിസ് പ്രൊസീജിയർ ഇസ് സ്റ്റാർട്ടഡ് 12 to 24 hours a day normally every day. സാധാരണയാണ് ഈ പ്രൊസീജിയർ ഒരു 24 hour ഡയാലിസിസ് പ്രൊസീജിയറാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ICU പേഷ്യൻസ് ആണ് അല്ലെ. അവരെ സംബന്ധിച്ച് പെട്ടെന്ന് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് പറ്റുന്നത് വളരെ സമയമെടുത്ത് വളരെ സാവകാശം ചെയ്യുന്ന ഒരു ഡയാലിസിസ് പ്രോസസ്.
അതുകൊണ്ടാണ് പറയുന്നത് 12 to 24 hours 24 അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയാലിസിസ് പ്രോസസ് ആണ് കേട്ടോ. ഓക്കെ, നോർമലി എവരി ഡേ എല്ലാ ദിവസവും അത് ചെയ്യും. കാര്യം വളരെ ഗുരുതരമായിട്ടുള്ള രോഗികളാണ്, വളരെ സാവകാശം ചെയ്യുന്ന ഒരു ഡയാലിസിസ് പ്രോസസ് ആണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയാലിസിസ് പ്രോസസ് ആണ് കേട്ടോ. CRRT എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. മറ്റൊരു പേരെന്താണ്? ഹീമോ ഫിൽട്രേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും ഭാഗങ്ങള്? അപ്പൊ നമ്മളിൽ കുറെ ഷോർട്ട് ഫോം ഒക്കെ പഠിച്ചു കേട്ടോ. ഏതൊക്കെയായിരുന്നു? ARF അല്ലെ, അക്യൂട്ട് റീനൽ ഫെയിലിയർ. അത് തന്നെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, AKA എന്ന് പറഞ്ഞു കേട്ടോ. ESKD എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് കേട്ടോ. HD എന്താ? ഹീമോ ഡയാലിസിസ്. PD എന്താ? പെരിറ്റോണിയൽ ഡയാലിസിസ്. CAPD അല്ലെ, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. CCPD കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. IPD ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. CRRT കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ICUലുള്ള പേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന ഡയാലിസിസ് പ്രോസസ് ആണ് CRRT എന്ന് പറയുന്നത്. ഇതൊക്കെ മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ ആണോ? താങ്കൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? അപ്പൊ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. CCPD എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. എന്ന് പറഞ്ഞാല് രോഗി ഉറങ്ങുന്ന സമയത്ത് അതിനൊരു മെഷീൻ ആവശ്യമാണ്. CCPD എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അതിനൊരു മെഷീൻ ആവശ്യമാണ്. വീട്ടിൽ തന്നെ നമുക്ക് പ്രവർത്തിപ്പിക്കാവുന്ന ഒരു ഡയാലിസിസ് മെഷീനിൽ ആവശ്യമായിട്ട് വരും. പിന്നെ എന്താന്ന് വെച്ചാൽ രോഗി ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇത് നടത്താൻ പറ്റും. പെരിറ്റോണിയൽ ഡയാലിസിസ് നടത്താനായിട്ട് സാധിക്കും. രോഗി ഉറങ്ങുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഏതാനും മണിക്കൂറുകളോളം രോഗി എന്താ റെസ്റ്റിലാണ്. അപ്പൊ ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ രാത്രി സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? പെരിറ്റോണിയൽ ഡയാലിസിസ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നോളും. രോഗി ഉറങ്ങി കിടന്നോട്ടെ, വേറെ പ്രശ്നങ്ങളൊന്നും അത് ഓട്ടോമാറ്റിക് ആയിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് നടക്കും. അതാണ് CCPD എന്ന് പറയുന്നത്. ഓക്കെ, അത്ര മാത്രമേ അതിനകത്ത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യുന്ന ആളുകളില്ലേ, ഡോക്ടേഴ്സ് ഇല്ലേ, അവരെയാണ് ഈ റേഡിയോളജിസ്റ്റ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞില്ലേ, സ്കാനിങ് ഒക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് ആണ്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. അതായത് നമ്മളിപ്പോ ഫിസ്റ്റുല, ഗ്രാഫ്റ്റ്, കത്തീറ്റർ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിന് മാത്രമേ കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമേജിംഗ് മെത്തേഡുകൾ ആദ്യം അൾട്രാസൗണ്ട് സ്കാനിങ് പോലുള്ള ഇമേജിംഗ് ടൂൾസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രൊസീജിയറുകൾ നടത്താനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് ആണ് കറക്റ്റ് ഹെൽത്തി ആയിട്ടുള്ള വെയിനും ആർട്ടറിയൊക്കെ ഒരു സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ആ കറക്റ്റ് വെയിൻ വെച്ചിട്ട് ഏത് ഫിസ്റ്റുല, ഗ്രാഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനായിട്ട് അവർ ഇമേജിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്, സ്കാനിങ് മെത്തേഡ്സ് അത് ഉപയോഗിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആയിട്ട് അവരെയാണ് നമ്മൾ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. ഓക്കെ, അപ്പൊ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടക്ട് ചെയ്യാം കേട്ടോ. ഇത്ര എടുത്ത ഭാഗങ്ങളൊക്കെ നല്ല പോലെ വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ശരി, നെക്സ്റ്റ് ക്ലാസ്.